അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, വിശുദ്ധമായ ബലിപ്പെരുന്നാൾ ദിനത്തിലെ ഏറ്റവും ശ്രേഷ്ഠകർമ്മമായ ഉദ്ഹിയയുടെ പരിശ്രമത്തിലാണല്ലോ എല്ലാ മഹല്ലുകളും അതുമായി ബന്ധപ്പെട്ട വിശ്വാസികളും ഒക്കെയും. ലോകരക്ഷിതാവ് വളരെ ഗൗരവത്തോടെ സുന്നത്തായി കൽപ്പിച്ച ഉദ്ഹിയ എന്ന മഹത്തായ നിരവധി പ്രതിഫലം കിട്ടുന്ന കർമ്മത്തിൽ പങ്കാളികളാകൽ ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. അതിന് കഴിവുള്ള എല്ലാവരും അതിൽ പങ്കാളികളാകേണ്ടതാണ്. കാരണം അതുമായി ബന്ധപ്പെട്ട പ്രതിഫലങ്ങൾ പറയുന്ന ഹദീസുകൾ എത്രയാണ് നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത്. നല്ല മനസ്സോടെ പ്രതിഫലം കാക്ഷിച്ചാരെങ്കിലും ഉദ്ഹിയ കർമ്മം നിർവഹിച്ചാൽ അത് നരകത്തെ തടയുന്നതാണ്. നിങ്ങളുടെ ഉദ്ഹിയത്ത് മൃഗത്തിനെ നിങ്ങൾ നന്നാക്കുവിൻ, കാരണം അത് നിങ്ങൾക്ക് സിറാത്തു പാലം കടക്കാനുള്ള വാഹനമാണ്. പെരുന്നാൾ ദിനത്തിൽ മനുഷ്യൻ ചെയ്യുന്ന സുന്നത്തായ സൽക്കർമ്മങ്ങളിൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ബലിയറുക്കലാണ്. ബലിമൃഗങ്ങൾ അവയുടെ കുളമ്പുകളും രോമങ്ങളും കൊമ്പുകളുമായി പരലോകത്ത് വരും. ബലിമൃഗത്തിൻ്റെ രക്തം ഭൂമിയിൽ പതിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ അരികിൽ വലിയ സ്ഥാനം പ്രാപിക്കുന്നതാണ്. ബലിമൃഗത്തിൻ്റെ ആദ്യ രക്തത്തുള്ളി ഭൂമിയിൽ പതിക്കുന്നതോടെ മുഴുവൻ ദോഷങ്ങളും പൊറുക്കപ്പെടും. ബലിമൃഗത്തിൻ്റെ മാംസവും രക്തവുമെല്ലാം 70 ഇരട്ടിയായി മീസാൻ എന്ന തുലാസിൽ കൊണ്ടുവരപ്പെടുന്നതാണ്. ബലിമൃഗത്തിൻ്റെ ഓരോ രോമം കണക്കെ പുണ്യം ലഭിക്കുന്നു. സൗകര്യമുണ്ടായിരിക്കെ ഉദ്ഹിയത്ത് നിർവഹിക്കാത്തവർ എൻ്റെ മുസല്ലിയോട് അടുക്കരുതെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇങ്ങനെ എത്രയെത്ര ഹദീസുകളാണ് പ്രതിഫലങ്ങളുടെ പേമാരിപ്പെയ്ത്തുമായി കടന്നുവരുന്ന ഈ പുണ്യകർമ്മത്തെക്കുറിച്ച് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഉദ്ഹിയ എന്ന മഹത്തായ കർമ്മത്തിൽ പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ തൗഫീഖാണ്, ഒരു വലിയ ഭാഗ്യമാണ്. അള്ളാഹു ചെയ്തു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് ഏറ്റവും കുറ്റമറ്റതും പ്രതിഫലാർഹവുമായ അമലാക്കി മാറ്റുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അതുമായി ബന്ധപ്പെട്ടവരൊക്കെ ആ കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും വിശ്വാസികളെ ബോധവൽക്കരിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ മഹത്താനുഗ്രഹത്താൽ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പള്ളിയിൽ നിന്നും ഉദ്ഹിയ മൃഗത്തെ അന്വേഷിച്ചു പോയ യാത്രയുടെ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ചന്ദ്രാപ്പിനി എന്ന് പറയുന്ന സ്ഥലം. വർഷങ്ങളായി ഞങ്ങൾ ഉദ്ഹിയ മൃഗം വാങ്ങുന്നത് വളരെ സത്യസന്ധമായും സ്നേഹമസൃണമായ പെരുമാറ്റത്തിലൂടെ ഞങ്ങളുടെയൊക്കെ മനം കവർന്ന നസീർക്കയുടെ അടുത്ത് നിന്നാണ് ഞങ്ങൾ ഉദ്ഹിയ മൃഗം വർഷങ്ങളായി കളക്ട് ചെയ്യാറുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, വളരെ സ്നേഹത്തോടെ നമ്മളോട് ഇടപഴകുകയും നാട്ടിൻപുറങ്ങളിൽ നിന്നും മറ്റും വീടുകളിൽ വളർത്തിയ നാട്ടിൻപുറങ്ങളിലെ മൃഗങ്ങളെ 2 വയസ്സ് പൂർത്തിയായി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പാകത്തിൽ അദ്ദേഹം നമുക്ക് നൽകുന്നു എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വീണ്ടും പോകാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത്. എന്തായിരുന്നാലും ഓരോ മഹല്ലുകളിലും വിശുദ്ധമായ ഈ ഉദ്ഹിയ മൃഗത്തെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. ഒട്ടകത്തിന് 5 വയസ്സും മാടിനും കോലാടിനും 2 വയസ്സും നെയ്യാടിന് 1 വയസ്സും തികയേണ്ടതാണ്. നമ്മുടെ നാടുകളിൽ സാധാരണ കാണപ്പെടുന്ന ആട് കോലാടിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ്. അതിന് 2 വയസ്സ് തികയിൽ നിർബന്ധമാണ്. അതുകൊണ്ട് നമ്മുടെ മഹല്ലുകളിൽ നാം ഇറക്കുന്ന പോത്തുകൾ 2 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെന്ന് നാം എല്ലാവരും ഉറപ്പുവരുത്തേണ്ടതാണ്. ഒന്നിരിക്കൽ നമുക്കത് ബോധ്യപ്പെടുകയും അല്ലെങ്കിൽ പരിണിതപ്രജ്ഞരായ ഈ രംഗത്ത് ദീർഘകാലത്തെ പരിചയസമ്പന്നതയുള്ള വ്യക്തികളെ കൊണ്ട് 2 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ബലിമൃഗം കുറ്റമറ്റതാകൽ നിർബന്ധമാണ്. നമ്മളൊരു പോത്തിനെയോ ആടിനെയോ ഒക്കെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അത് കുറ്റമറ്റതാകാൻ, സലീമായതാകാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് ചൊറി, വ്യക്തമായ മുടന്ത്, അതുപോലെ തന്നെ രോഗമുള്ളത്, കാഴ്ചശക്തി നഷ്ടപ്പെട്ടത്, ശക്തമായ മെലിഞ്ഞുപോയത്, ചെവി, വാല്, അകിട്, നാവ് തുടങ്ങിയ അല്പമെങ്കിലും മുറിഞ്ഞ് അറ്റുപോയത്, എല്ലൊടിഞ്ഞത് തുടങ്ങിയ ന്യൂനതകളുള്ള മൃഗങ്ങൾ ഉദ്ഹിയത്തിന് മതിയാവുകയില്ല. അത് ഈ ഉദ്ഹിയ മൃഗം തേടി പോകുന്നവർ കൃത്യമായി അത് നോക്കി അങ്ങനത്തെ ന്യൂനതകളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ വാങ്ങാൻ പാടുള്ളൂ എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നമ്മളെ ഷെയർ ഏൽപ്പിച്ചിട്ടുള്ള, നമുക്ക് സാമ്പത്തികമായി ഉദ്ഹിയയിൽ പങ്കാളികളാകുന്ന വിശ്വാസിനികളുടെ ഉത്തരവാദിത്തം നമ്മിൽ നിക്ഷിപ്തമാണ് എന്ന് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളും പ്രത്യേകം ഓർത്തിരിക്കണം. ഇപ്പോൾ നമ്മൾ അറക്കാൻ വേണ്ടി ഒരു പോത്തിനെ അല്ലെങ്കിൽ ഒരു മൃഗത്തെ ചരിച്ചു കിടത്തുന്ന സമയത്ത് എല്ല് പൊട്ടിപ്പോയാൽ, അറക്കുന്നതിന് മുമ്പ് എല്ല് പൊട്ടിപ്പോയാൽ ആ മൃഗവും ഉദ്ഹിയത്തിന് പര്യാപ്തമല്ല എന്നാണ് ഫുഖഹാക്കൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ കൃത്യമായി നിബന്ധനകൾ പാലിച്ച് ഉദ്ഹിയയുടെ എല്ലാ തലനാരിഴ കീറിയ മസ്അലകളും പരിശോധിച്ച് നാം നിർവഹിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രതിഫലം എത്രയാണ് നമുക്ക് ലഭിക്കുന്നത്. അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്ക് മനസ്സിനിഷ്ടപ്പെട്ട ന്യൂനതകളൊന്നുമില്ലാത്ത റാഹത്തായ മൃഗങ്ങളെ ഞങ്ങൾ നസീർ സാഹിബിൻ്റെ പക്കൽ നിന്ന് ഞങ്ങൾക്കും അദ്ദേഹത്തിനും തൃപ്തിപ്പെട്ട വില പറഞ്ഞ് ഉറപ്പിച്ച് ഞങ്ങൾ വാങ്ങി ഇന്ന് തന്നെ മണ്ണുത്തിയിലേക്ക് എത്തിക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി.
ഇനിയും അദ്ദേഹത്തിൻ്റെ ബിസിനസ് അള്ളാഹു ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് എത്തിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നാം അറുക്കുന്ന ഉദ്ഹിയ മൃഗം നമ്മളിങ്ങനെ ചന്തയിലും വീടുകളിൽ നിന്നൊക്കെ പോയി വാങ്ങിച്ച് അറക്കുന്നതിന് മുമ്പ് കുറച്ച് ദിവസമെങ്കിലും അതിനെ പരിപാലിക്കലും അതിന് ആഹാരം കൊടുക്കലും അതിനെ ഒന്ന് തലോടലും അതിനെ കാണുമ്പോൾ തക്ബീർ ചൊല്ലലുമൊക്കെ വലിയ പുണ്യമുള്ള കാര്യമാണെന്നറിയുക. കഴിയുന്നവരൊക്കെ ആ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ളുഹർ ബാങ്ക് വിളിക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത പള്ളിയിൽ ളുഹർ ജമാഅത്തിനായി കയറിയപ്പോഴാണ് അവിടെ ഒരു അത്ഭുത കിണർ, ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് പോലെ ഒരു അത്ഭുത കിണർ ഞങ്ങൾ കണ്ടത്. ആധ്യാത്മിക ജ്ഞാനത്തിൻ്റെ ആഴക്കടലുകൾ ആത്മാവിലേക്ക് ആവാഹിച്ച ആത്മീയ കേരളത്തിൻ്റെ പ്രകാശവസന്തമായി പ്രജ്വലിച്ചു നിന്ന മർഹൂം അന്തൂർപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന മഹാത്മാവിൻ്റെ പാദപതനങ്ങൾ പതിഞ്ഞ പള്ളിയാണിത്. ഈ പള്ളിയിൽ മഹാനുഭാവൻ്റെ കറാമത്ത് വെളിവായ കിണറാണ് ഈ കാണുന്നത്. ഒരു വർഷകാലത്ത് മഹാൻ്റെ കറാമത്തിനാൽ ഈ കിണർ വറ്റിപ്പോയി എന്ന് ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പിന്നീട് ഒരിക്കൽ പറയാം. അങ്ങനെ ഈ പള്ളിയിൽ അന്തൂർപ്പാപ്പയുടെ കറാമത്തിൻ്റെ സാന്നിധ്യ സൗരഭ്യമുള്ള ഈ പള്ളിയിൽ നിന്ന് ളുഹർ ജമാഅത്ത് നിസ്കാരം നിർവഹിച്ച് ഞാനും ഷിഹാബാജിയും ഷഫീഖും അടങ്ങുന്ന സംഘം മണ്ണുത്തി പള്ളിയിലേക്ക് മടങ്ങിയത്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ശിരസാ വഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ പരിശ്രമങ്ങളൊക്കെ നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. अस्सलाम वालेकुम वरहमतुल्लाह। तू हकीकत है, मैं सिर्फ एहसास हूँ। तू समंदर